ഗുരുവേ, സമീർ നൈജാമലി ആക്കും. ഇതാ വരുന്നു. ഈടാ, നീ ഏതോ ഹോസ്പിറ്റൽ അത്യാസന്ന ഫോമിൽ കിടക്കുകയാണെന്നാണല്ലോ കേട്ടത്. അവര് വിട്ടതോ നീ ചാടിയതോ? ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂടുമ്പോ ബോഡി അത് റിജക്ട് ചെയ്യും. അതാണ് ഈ ചോര ഛർദിക്കാന്നൊക്കെ പറഞ്ഞ. ആ അറിവ് കിട്ടിയപ്പോ നിനക്ക് കഴിക്കാൻ പാടുണ്ടോ? ഈ ജന്മത്ത് നമ്മൾ അടിക്കേണ്ട കോട്ട നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ട ഗുരുവേ. പാമ്പേടിയായിട്ട് ഞാൻ ചാവൂ. നൈജാമലിയുടെ ജന്മവും രവിയുടെ മരണവും അതാ ഞാൻ. ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, 4 വോട്ട് അകത്തുണ്ട്. എന്താടാ? ഏയ് ഒന്നുമില്ല രഘുവേട്ടാ, ഞാൻ ഒരു തീരുമാനം എടുത്തു. കവിത എഴുത്തുന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു. ഇനി സിനിമാ പാട്ട് എഴുത്തുന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. തലയിൽ ഇത്തിരി ആൾതാമസമുള്ള 1-2 സംവിധാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മീരച്ച് ട്യൂൺ ചെയ്ത് അത് അതേപടി ഒരു ഡയറക്ടർ സിനിമയിലേക്ക് എടുത്തു. 10,000 രൂപയും തന്നു. ആലോചിച്ച് നോക്ക് രഘുവേട്ടാ, എടശ്ശേരിക്കും വയലോപ്പള്ളിക്കും ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 12 വരി AB തരത്തിന് 10,000 രൂപ. അതെങ്ങനെയാടാ? വ്യഭിചരിക്കാൻ കൊടുക്കുന്ന കാശ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിന് കൊടുക്കില്ലല്ലോ. ഇന്ന് രാവിലെ കൂടെ ഒരെണ്ണം പെടച്ചിട്ട് മീരച്ചടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ, ഇടി ട്യൂണെന്നും പറഞ്ഞിട്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കൊള്ളാം. ഇനി നീ അങ്ങനെ കുറച്ചാലും ജീവിക്കേ. ഏരന്ന് നടന്ന് കുടിക്കണ്ടല്ലോ. നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണോ? പിന്നെ എന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് സലാം ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? എജ്ജാതി ലിവറാസ്റ്റാതെന്ന്. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ആ ഭാഷയെ സംസാരിക്കില്ല. അത് വിട്. എന്റെ രഘുവേട്ടാ, എവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല, നമ്മൾ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. എന്താടാ സമീറേ? സമീർ, are you all right? സമീർ, എന്താടാ? ഏയ് ഒന്നുമില്ല, തൊണ്ട പൊട്ടിയന്റെ ഒരു തൊണ്ട പൊട്ടി. ഇങ്ങോട്ടാ. ബ്ലഡിന്റെ അളവ് കൂടുമ്പോ ബോഡി റിജക്ട് ചെയ്യും അല്ലേ? സമീറേ, 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 ഉമ്മാ, സമീറേ. സോറി. നോ പ്രോബ്ലം. ഹൗ ആർ യു ജോൺസൺ? സുഖം. ഏതാണ്ട് ഒരാഴ്ചയായല്ലേ? എന്താ എടുക്കണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം. താങ്ക് യു. ഞാൻ കൊച്ചിയിലാണേ, മാഷ കൂടെ വന്നതാണ്. ഞാൻ മാഷിനെ തൃശ്ശൂരാക്കിയിട്ടേ വൈകുന്നേരം തന്നെ പാലക്കാടേക്ക് വരും. ഓ ശരി കേട്ടോളേ. എവിടെ ആയിരുന്നു? ഇതെങ്ങനെ? ഭവനവേതനത്തിന് മാപ്പാക്കണം.
പഴയ ഒരു ഓർമ്മയിൽ വേണുവാണ് പറഞ്ഞത് സഖാവ് പങ്കജം താക്കോല് വെക്കുന്ന സ്ഥലം എടുത്ത് പരിചാരികയുടെ മാർഗമാണ് അകത്ത് കയറി. അതിനെന്താ മാഷേ, ഇനി താക്കോൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ചവിട്ടി തുറന്ന് അകത്ത് കയറാമല്ലോ. കേരളത്തിലെ ഒരു ബുദ്ധിജീവി ഒരു വാതിൽ ഇന്നവരെ ചവിട്ടി പൊളിച്ചിട്ടില്ല. എന്താ കാരണം? ആരോഗ്യമില്ല. അതന്നെ. ഞങ്ങൾ സമീറിന്റെ വീട്ടിൽ നിന്ന് വരിക. സഹിക്കാൻ കഴിയുന്നില്ല ഇഷ്ടം. അവന്റെ ഉമ്മയുടെ ഉമ്മമ്മയുടെ ഒക്കെ കരച്ചിലേ. ഇരയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് മരണത്തിന് പലപ്പോഴും വിചിത്രമായ പ്ലാനാണുള്ളത്. സമീറിന്റെ കാര്യത്തിൽ വിചിത്രമൊന്നല്ല, ക്രൂരമെന്നാ പറയേണ്ടത്. എന്തിനായിരുന്ന പാവം ചെറുക്കനെ കഴിക്കരുതെന്നല്ല, മദ്യം കാണരുതെന്നാ ഡോക്ടർമാർ അവനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ നിന്ന് ചാടിയിട്ടില്ല അവൻ രഘുവിന്റെ അടുത്തേക്ക് വന്നത്. അതൊക്കെ ഒരു കാരണം വേണം. കുടിച്ച് ചത്തൂന്ന് നാറികൾ പറഞ്ഞു നടക്കുമല്ലോ, അത് ആലോചിക്കുമ്പോഴാ. ഭൂമിയിൽ അനുവദിച്ച സമയം അവന്റെ കഴിഞ്ഞു. അതന്നെ മാഷെ, സ്പിരിച്വൽ ആവില്ലേ? അത് ബോറാവും. രഘുവേ, എടുക്കട്ടെ ഒരെണ്ണം. സർക്കാർ മുദ്രയുള്ളതാ, വില കുറവ്, വീര്യം കൂടിയത്. വേണ്ട, നിനക്ക് ബ്രാൻഡഡ് അല്ലേ പറ്റൂ. ഇവിടെ പക്ഷെ ഒഴിഞ്ഞ കുപ്പികളേ ഉള്ളൂ. ഇതെന്താ ഹോബിയോ? പോയ കാലമാണ് രവിയേട്ട. ഓരോ കുപ്പിക്കുള്ളിലും ഒഴിഞ്ഞ കൽപ്പകത്തുണ്ടുകൾ. ഒഴിക്കട്ടെ നക്ഷത്രക്കുട്ട. വേണ്ട തോമാശ, ബ്രാൻഡിന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ കഴിക്കുന്നില്ല. ഛേ, അതെന്ത് വർത്താനം ഇഷ്ടാ? ഇന്ന് കഴിച്ചില്ല പിന്നെ എന്നടാ കഴിക്കുക? വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. നിർബന്ധിക്കണ്ട, അറിയാലോ എന്നെ. ഇവിടെ നിലത്ത് കിടന്നിട്ടല്ലേ അവൻ. രവിയേട്ട, സുഹൃത്തുക്കളെ മരണത്തിന് മാത്രം തമ്മിൽ കാണുന്നവരായിരിക്കുന്നു നമ്മള്. ഇനി ആരുടെ ചാവനാ മാഷെ? അവൻ ചത്തപ്പോ നികത്താനാവാത്ത നഷ്ടം വിലപിക്കാനോ ആകാശത്തേക്ക് വെടിവെക്കാനോ ഒരു രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഞാൻ കണ്ടില്ല. അക്ഷരവിരോധികളായ നായിന്റെ മക്കള്. അവൻ എന്തായിരുന്നെന്ന് അറിഞ്ഞവർക്കേ അവന്റെ നഷ്ടത്തിന്റെ വില അറിയൂ. അവന്റെ ആ ഹ്യൂമർ സെൻസ്, കാച്ചിന്റെ സമയത്തുള്ള ആ കാച്ച് ഓർക്കില്ലേ? നീ അക്കാഡമി അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോ അന്നത്തെ അക്കാഡമി ചെയർമാന് അവൻ എഴുതിയ ഒറ്റവരിക്കത്ത്. പിന്നെ അടിയൻ ഇനി ഇത് ആവർത്തിക്കില്ല, പുരസ്കരിച്ചത് എണ്ണിക്കരുത്. അവന്റെ മരണം കണ്ടുപോയെന്ന് കള്ളുകൂടി നിർത്തിയാണോ നീ? നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. വെറുപ്പ് തോന്നി തുടങ്ങി. മടുക്കില്ലേ രവിയേട്ട? എത്ര കാലമായി. മാഷെ പോണ്ടേ? പോണം പോണം. തൃശ്ശൂർ എത്തിയിട്ട് ചില ചിറ്റിക്കളിയൊക്കെ ഉണ്ട്. കുപ്പിയിട്ട് ഓക്കെ. രഘു, അപ്പൊ ശരി, ഗുഡ് ബൈ. കാണാം. രഘു വിളിക്കാടാ. വെറുക്കല്ലടാ മദ്യത്തിനെ. R.L. സ്റ്റീവൻസൺ എഴുതിയത് നീയും വായിച്ചിട്ടില്ലേ? വൈൻ ഈസ് ബോട്ടിൽഡ് പോയട്രി. മദ്യം കുപ്പിയിൽ നിറച്ച കവിതയാണ്.